കിച്ചണിൽ നിന്നുള്ള ശബ്ദം കേട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നത്. കാരണം വേറൊന്നുമല്ല, ഇന്നെൻ്റെ ഭർത്താവിന് ഓഫ് ഡേ ആണ്, ജോലിക്ക് പോകണ്ട. അപ്പോൾ ഇന്നത്തെ കിച്ചണിലെ ഫുൾ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത് ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ ഉള്ള ദിവസം എനിക്ക് റെസ്റ്റ് ഡേ ആണ്. അങ്ങനെ ഞാൻ റെസ്റ്റ് എടുത്തൊരു സിനിമയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ദോശയും സാമ്പാറും ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. എനിക്കാണെങ്കിൽ ചെറിയ തട്ടുകട സ്റ്റൈൽ ദോശ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ചെറിയ ദോശ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നേ. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായിരുന്നു. അങ്ങനെ നല്ല സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൂട്ടി കേട്ടോ. ഈ ഒരു ദിവസം, അതായത് ചേട്ടൻ ഓഫുള്ള ദിവസമാണ് എനിക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളത്. കാരണം അന്നത്തെ ദിവസം എനിക്ക് ജോലി അധികം ചെയ്യുകയും വേണ്ട, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പാണ് കേട്ടോ. ആരെങ്കിലും കൂടെ ഉള്ളതാണല്ലോ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുടിക്കാനായിട്ടൊരു ഫ്രൂട്ട് യോഗട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇതെനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഗ്ലാസ് വാട്ടർമെലൺ ജ്യൂസ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതെല്ലാം കുടിച്ച് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ടൊരു പാലോട്ടെ നമ്മൾ അങ്ങോട്ടും ചെയ്യണമല്ലോ, പാത്രമല്ല ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിച്ചണെല്ലാം ഒതുക്കി ഉച്ചയായപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.